ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. എടാ മക്കളെ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സോളിബിലിറ്റി ആൻഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ മക്കളെ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം, ഒരു ജനറൽ സോൾട്ട് നമ്മൾ എടുത്താൽ, സപ്പോസ് AXBY എന്ന് പറയുന്ന ഒരു സോൾട്ട് നമ്മൾ എടുത്താൽ, അയാളുടെ സോളിബിലിറ്റി ഇക്വിലിബ്രിയം ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ സോൾട്ടിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ആ സൊല്യൂഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സോളിബിലിറ്റി ഇക്വിലിബ്രിയം ആണിത്. ആ സോളിബിലിറ്റി ഇക്വിലിബ്രിയത്തിൽ AXBY അയനൈസ് ചെയ്തപ്പോൾ വി ഗോട്ട് X number of AY plus ion and Y number of BX minus ion. സോ ഫോർ എക്സാമ്പിൾ Ag2CO3 ആണെങ്കിൽ അയനൈസ് ചെയ്ത 2 Ag പ്ലസും ഒരു CO3 2 മൈനസും കിട്ടും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇതിൽ വരുന്നത് 2 ആണ്. വൈയുടെ സ്ഥാനത്ത് ഇവിടെ വരുന്ന നമ്പർ CO3 3 അല്ല 1 ആണ്. കാരണം CO3 2 മൈനസ് ഒരു സിംഗിൾ സ്പീഷീസ് ആ കാർബണേറ്റ്. റെഡിയാ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KSP. അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നത് കോൺസെൻട്രേഷൻ ഓഫ് AY പ്ലസ് റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് BX മൈനസ് റേസ് ടു Y. ഇവിടെ എഴുതുമ്പോൾ AG പ്ലസ് സ്ക്വയർ ഇൻറ്റു CO3 2 മൈനസ് എന്ന് എഴുതാം. എക്സാമ്പിളിലേക്ക് വന്നാൽ ഇനി മക്കളെ, ഈ സൊല്യൂഷനിൽ AXBYയുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ AY പ്ലസ് അല്ലെങ്കിൽ എയുടെ അയോണിന്റെ അളവ് എന്ന് പറഞ്ഞാൽ X ഇൻറ്റു S ആയിരിക്കും. അതിൽ S എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി ഓഫ് ദ സോൾട്ട് ആണ്. അതിൽ X എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള നമ്പർ ആണ്. ചുരുക്കി പറഞ്ഞാൽ എയുടെ അയോണിന്റെ അളവ് എയുടെ താഴെയുള്ള നമ്പർ ഇൻറ്റു S ആണ്. ബിയുടെ അയോണിന്റെ അളവ് ബിയുടെ താഴെയുള്ള നമ്പർ Y ഇൻറ്റു S ആണ്. അതായത് Ag2CO3 സൊല്യൂഷനിൽ Ag പ്ലസിന്റെ അളവ് 2S ആണെങ്കിൽ CO3 2 മൈനസിന്റെ അളവ് S ആണ് എന്നർത്ഥം. റെഡിയാണോ? ഇനി മക്കളെ, KSP S റിലേഷൻഷിപ്പ് എന്താണെന്നറിയോ? ഫോർ എ ജനറൽ സോൾട്ട് AXBY ഒന്നുമില്ല, XS ഇവിടെയും YS ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ this will be the relationship. KSP is equal to X raised to X into Y raised to Y into S raised to X plus Y എന്നുള്ളതാണ്. സോ ജനറൽ സോൾട്ട് AXBY എടുത്താ this is the relationship. അങ്ങനെയാണ് അത് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് എഴുതാം? പറ നിങ്ങൾ 2 raised to 2 into 1 raised ഇവിടെ 1 ആണ്, 1 raised to 1 into S raised to 2 plus 1 4S cube എന്ന് വരും. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Concentration of Ag plus ions in a saturated solution of Ag2C2O4 is 2.2 into 10 raised minus 4 mole per liter. Solubility product of Ag2C2O4 is. അപ്പൊ മക്കളെ, ആദ്യം നമ്മുടെ സോൾട്ട് Ag2C2O4 ആണ്. C2O4 2 മൈനസ് ഓക്സലേറ്റ് എന്ന് പറയും. അതൊരു സിംഗിൾ സ്പീഷീസ് ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 2 ആണ്, വൈയുടെ സ്ഥാനത്ത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ what is KSP S relationship? KSP is equal to 2 raised to 2 1 raised to 1 S raised to 2 plus 1 എന്ന് പറഞ്ഞാൽ 4S cube എന്ന് വരും. മക്കളെ, ഈ ക്വസ്റ്റ്യനില് Ag പ്ലസിന്റെ അളവാണ് അവർ പറഞ്ഞിട്ടുള്ളത്. Ag2C2O4ന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള Ag പ്ലസിന്റെ അളവ്. Ag പ്ലസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് S വാല്യൂ അല്ല. Ag2C2O4ല് Ag പ്ലസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് 2S ആണ്. സോ 2S യുടെ വാല്യൂ ആണ് 2.2 into 10 raised to minus 4. 2.2 into 10 raised to minus 4. അങ്ങനെയാണെങ്കിൽ S ന്റെ വാല്യൂ അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. 1.1 into 10 raised to minus 4. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും മക്കളെ? 4 into S ന്റെ സ്ഥാനത്ത് 1.1 into 10 raised to minus 4 ക്യൂബ് ആണ്. 10 raised minus 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 raised to minus 12 വന്നു. 1.1 ന്റെ സ്ക്വയർ 1.21 ആണ്. ക്യൂബ് ആകുമ്പോൾ 1.3 സംതിങ് ആവും. ആൻഡ് 4 into 1.3 എന്ന് പറയുമ്പോൾ 5.2 സംതിങ്. ആൻഡ് ദ ആൻസർ ഇസ് 5.3 into 10 raised to minus 12 എന്ന് വന്നു. സോ ദ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ pH of a saturated solution of calcium hydroxide is 9. The solubility product KSP of calcium hydroxide. ഇത് സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ pH 9 ആണ്. 25 ഡിഗ്രിയിലാണ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ തന്നിട്ടില്ലെങ്കിൽ we can assume 25 ഡിഗ്രി. pH 9 ആണെന്ന് പറഞ്ഞാൽ അതിലുള്ള POH ന്റെ വാല്യൂ എത്ര ആയിരിക്കണോ? 4 ആയിരിക്കും. കാരണം pH plus POH is equal to 5 ആയിരിക്കും അല്ലെ? pH plus POH is equal to 14 ആണ്. സോ pH 9 ആണെങ്കിൽ POH തീർച്ചയായിട്ടും 5 ആണ് വരിക. കാരണം 14 minus 9 5 ആണ്.
എങ്കില് OH മൈനസിന്റെ അളവ് എത്രയാ? ആ സൊല്യൂഷനിലെ OH മൈനസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 10⁻⁻POH ആണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ വാല്യൂ എത്ര കിട്ടി? 10⁻⁻5 മോളാർ എന്ന് കിട്ടി. അപ്പൊ 10⁻⁻5 മോളാർ ആണ് OH മൈനസിന്റെ അളവ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഹൈഡ്രോക്സൈഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് 2s വാല്യൂ ആണ്. സോ 2s വാല്യൂ ആണ് 10⁻⁻5 എങ്കിൽ s വാല്യൂ എത്രയാ? 12 ആണ്. 12 10⁻⁻5 മോളാർ ആണ്. ഇനി നിങ്ങൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡില് x വാല്യൂ 1 ആണ്, y വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ KSP is equal to, നമുക്ക് ഫോർമുല എന്ത് എഴുതാം? KSP for a general salt AXBY, x raised to x, y raised to y, s raised to x plus y, 1 raised to 1, 2 raised to 2, s raised to 1 plus 2. എത്ര കിട്ടി? 4s³ എന്ന് വരും അല്ലേ? അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. 4 into s പകരം 1/2 into 10⁻⁻5 ക്യൂബ് വേണം. 10⁻⁻5 ക്യൂബ് 10⁻⁻15 ആണ്. 1/2 ക്യൂബ് 1/8 വരും. 1/8 4/8 1/2. അപ്പൊ 0.5 into 10⁻⁻15 ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണ് മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The solubility product of AgCl is 1 into 10⁻⁻16. Then molar solubility direct AgCl ആണ്. അപ്പൊ KSPS റിലേഷൻ എന്ത് വരും? x യുടെ സ്ഥാനത്ത് 1 ആണ്, y യുടെ സ്ഥാനത്ത് 1 ആ. 1 raised to 1, 1 raised to 1, s raised to 1 plus 1. So KSP is equal to s² ആണ്. KSP തന്നിട്ടുണ്ട്, s ആണ് കാണണ്ട. So s is equal to root of KSP. എത്ര KSP യുടെ വാല്യൂ? 1 into 10⁻⁻16. 10⁻⁻16 റൂട്ട് എത്രയാ? 10⁻⁻8 ആണ്. അത്രയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്? എന്നാ മക്കളെ അതിന്റെ വേറൊരു രൂപം നോക്കിക്കോ. The molar solubility of calcium fluoride in 0.1 molar solution of sodium fluoride. ഇവിടെ ശ്രദ്ധിക്കേണ്ട കോമൺ അയോണിന്റെ പ്രസൻസിലുള്ള സോളിബിലിറ്റി ചോദിച്ചത്. കാരണം കാൽഷ്യം ഫ്ലൂറൈഡിന്റെ സോളിബിലിറ്റി ആണ് കാണേണ്ട. കാൽഷ്യം ഫ്ലൂറൈഡിലുള്ള ഒരു അയോൺ ഓൾറെഡി സൊല്യൂഷനിൽ ഉണ്ട്. സോ ദർ ഈസ് എ കോമൺ അയോൺ. സോ കോമൺ അയോണിന്റെ പ്രസൻസിലുള്ള സോളിബിലിറ്റി ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? കാൽഷ്യം ഫ്ലൂറൈഡിന്റെ സോളിബിലിറ്റി ഇക്വിലിബ്രിയം ആസ് യൂഷ്വൽ നമ്മൾ എഴുതുക. അല്ലാതെ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ ഫോർമുല അപ്ലൈ ചെയ്തല്ല ചെയ്യേണ്ട. വിച്ച് ഗിവ്സ് കാൽഷ്യം അയോൺ എക്വസ് പ്ലസ് 2 ഫ്ലൂറൈഡ് അയോൺ. റെഡിയാണ്? കാൽഷ്യം അയോണും ഫ്ലൂറൈഡ് അയോണിനെയും സമ്മാനിക്കും അയാൾ. എത്ര ഫ്ലൂറൈഡ്? 2 ഫ്ലൂറൈഡ്. 2F - റെഡിയാണ്? ഇനി മക്കളെ എന്താ ഇവിടെ KSP യുടെ എക്സ്പ്രഷൻ എന്താ? KSP യുടെ എക്സ്പ്രഷൻ KSP is equal to molar concentration of calcium ion into molar concentration of fluoride ion square. ശരിയാണ്? കാൽഷ്യം അയോണിന്റെ അളവ് S എന്നും ഫ്ലൂറൈഡ് അയോണിന്റെ അളവ് 2s എന്നുമാണ് യൂഷ്വലി നമ്മൾ എഴുതുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഫ്ലൂറൈഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. എത്ര? സോഡിയം ഫ്ലൂറൈഡ് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അയണൈസ് ചെയ്താൽ സോഡിയം അയോണും ഫ്ലൂറൈഡ് അയോണും ആയിട്ട് അയാൾ മാറും. സോ സോഡിയം ഫ്ലൂറൈഡിന്റെ 0.1 മോളാർ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് അയണൈസ് ചെയ്യും. അപ്പൊ 0.1 മോളാർ സോഡിയം അയോണും 0.1 മോളാർ ഫ്ലൂറൈഡ് അയോണും വരും. റെഡിയാണ്? സോ ഫ്ലൂറൈഡിന്റെ ഒരു അഡീഷണൽ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുകയാണ്. എത്ര ഫ്ലൂറൈഡിന്റെ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ? ഒരു 0.1 ഫ്ലൂറൈഡ് എക്സ്ട്രാ വന്നു സൊല്യൂഷനിൽ. ഈ 0.1 ആര് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്? സോഡിയം ഫ്ലൂറൈഡ് കോൺട്രിബ്യൂട്ട് ചെയ്തതാ. അപ്പൊ സൊല്യൂഷനില് ഫ്ലൂറൈഡിന്റെ അളവ് വർദ്ധിച്ചു. ലേഷർ ക്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രൊഡക്റ്റിന്റെ അളവ് കൂടിയാൽ ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആവും. ബട്ട് എന്നാലും KSP യുടെ വാല്യൂ മാറാൻ പാടില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ മാറാൻ പാടില്ല. ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് അയോൺസ് അൺഡിസോൾഡ് ഫോമിലേക്ക് solid ഫോമിലേക്ക് കൺവേർട്ട് ആവും, which means the solubility decreases. So the point is solubility of a salt decreases in presence of common ion. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്പാരിംഗ്ലി സോളബിൾ സോൾട്ടുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അവരുടെ S വാല്യൂ ഭയങ്കര കുറഞ്ഞ വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ 2s + 0.1 നമുക്ക് 0.1 അപ്രോക്സിമേറ്റ് ചെയ്യാം.
എത്ര എസ് പ്ലസ് 0.1 ആയാലും ഇനി എസ് പ്ലസ് 0.01 ആയാലും നിങ്ങൾ ആ കോമൺ ആയതുകൊണ്ട് അളവിലേക്ക് ആ ടേമിനെ അപ്രോക്സിമേറ്റ് ചെയ്തേക്ക്. അതാണ് പരിപാടി. സോ അങ്ങനെയാണെങ്കിൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. എത്ര KSP യുടെ വാല്യൂ തന്നത് 5.3 into 10⁻⁻11 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കാൽഷ്യം ആയതുകൊണ്ട് അളവ് എസ്, ഫ്ലൂറൈഡ് ആയതുകൊണ്ട് അളവ് 0.1, കോമൺ ആയതുകൊണ്ട് അളവ് എടുത്താൽ മതി സ്ക്വയർ. 0.1 പ്ലസ് ആ 2s ടേമിനെ 0.1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. അത്ര പരിപാടിയുള്ളൂ. 0.1ന്റെ സ്ക്വയർ എത്രയാ? 10⁻²2 ആണ്. 10⁻11ഉം 10⁻2ഉം കട്ട് ചെയ്താൽ 10⁻9 ബാക്കി. സോ ദ ആൻസർ ഇസ് 5.3 into 10⁻9. ഓപ്ഷൻ 3 is the right answer. റെഡിയാണ്? ഇതേപോലെ കോമൺ ആയിട്ട് പ്രസൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ കിടക്കുന്ന what is the molar solubility of Ag2CO3 in 0.1 molar sodium carbonate solution? ഇതേ അവസ്ഥ തന്നെയാണ് Ag2CO3യുടെ solubility equilibrium നമ്മൾ എഴുതാൻ പോവാ. Ag2CO3 exists in equilibrium with ആരൊക്കെയാ? 2Ag plus അല്ലെ, 2Ag plus CO3 2-. ഈ പ്രോസസ്സിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KSP. എത്ര അവിടുത്തെ Ag+ന്റെ സ്ട്രെങ്ത് ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ 2s, കാർബണേറ്റിന്റെ അളവ് S. റെഡിയാണ്? ഇതിലേക്ക് വരുന്ന സോഡിയം കാർബണേറ്റ് അയനൈസ് ചെയ്താൽ വരുന്ന കാർബണേറ്റിന്റെ അളവ് എത്രയാ? 0.1 മോളാർ ആണ്. ഓരോ സോഡിയം കാർബണേറ്റ് ഓരോ കാർബണേറ്റാ കിട്ടുക. അപ്പൊ 0.1 മോളാർ സോഡിയം കാർബണേറ്റ് അയനൈസ് ചെയ്താൽ 0.1 മോളാർ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ വരും ഫ്രം കോമൺ അയോൺ അല്ലെ. കോമൺ അയോണിന്റെ കോൺട്രിബ്യൂഷൻ അത് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞ കാർബണേറ്റിന്റെ അളവാത് S പ്ലസ് 0.1നെ 0.1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ KSPയുടെ എക്സ്പ്രഷൻ എന്താ? KSP is equal to Ag plus square, Ag plus square into carbonate. അതല്ലേ ഇവിടുത്തെ ഫോർമുല? Ag plus square into carbonate ആണ്. അതാണ് ഇവിടെ ബേസിക് ഇക്വേഷൻ. ബട്ട് ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് ഷിഫ്റ്റ് ആവും, ബട്ട് KSPയുടെ വാല്യൂ മാറില്ല. അപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Ag പ്ലസിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 2s ആണ്. ആ 2sന്റെ സ്ക്വയർ ഇൻറ്റു കാർബണേറ്റിന്റെ അളവ് 0.1 ആണ്. KSPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4 into 10⁻⁻13 ആണ്. 2sന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4s സ്ക്വയർ ആയി. സോ 4s സ്ക്വയർ is equal to 4 into 10⁻⁻12 എന്ന് വന്നു. അങ്ങനെ 12 ആയി. ഇവിടെ ഒരു 10⁻⁻1ഉം 10⁻⁻13ഉം കട്ട് ചെയ്താൽ 10⁻12 ബാക്കി. 4ഉം 4ഉം നമുക്ക് കട്ട് ചെയ്യാം. 4ഉം 4ഉം കട്ട് ചെയ്താൽ S സ്ക്വയർ ആണ് 10⁻12. അപ്പൊ S എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1. റെഡിയാണ്? സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ.